ഇന്ന് സംഭവിച്ചതിലേക്ക് വിശദമായി. പൗരത്വ നിയമത്തിനെതിരെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ രാജ്യവ്യാപക പ്രതിഷേധം കണ്ട ദിവസമാണിന്ന്. ആ വാർത്തയിലേക്കാണ് ആദ്യം. ഡൽഹി സർവകലാശാലയിൽ പ്രതിഷേധിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പൗരത്വത്തെ മതവുമായി ബന്ധിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമെന്ന് CPIM പൊളിറ്റ് ബ്യൂറോ കുറ്റപ്പെടുത്തി. രാജ്യതാത്പര്യം മുൻനിർത്തിയാണ് തീരുമാനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്നും ആവർത്തിച്ചു. 2019 സമാനമായ പ്രതിഷേധമാണ് രാജ്യവ്യാപകമായി രൂപപ്പെടുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനകൾ തെരുവിലിറങ്ങി. MSF, SIO, ഐസ തുടങ്ങി വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹി സർവകലാശാലയിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചു. മലയാളികൾ ഉൾപ്പെടെ 150ഓളം വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്ു. ക്യാമ്പസിനുള്ളിൽ കയറിയാണ് പോലീസ് നടപടി. പീസ്ഫുൾ പ്രൊട്ടസ്റ്റിന് പോലും സമ്മതിക്കുന്നില്ല. എന്ത് അവകാശമാണ് ഈ ചെരുപ്പലാക്കികൾക്ക് നമ്മുടെ സിറ്റിസൺസിനെ ചോദ്യം ചെയ്യാൻ? ഇതിന്റെ അവസാനം വരെ നിർത്തലാക്കുന്നത് തുടർന്നുകൊണ്ട് തന്നെയായിരിക്കും. ചെന്നൈ ചെപ്പോക്ക് പ്രസിഡൻസി കോളേജിൽ SFIയുടെ നേതൃത്വത്തിലായിരുന്നു വിദ്യാർത്ഥി പ്രതിഷേധം. വിവിധ യുവജന സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അസമിൽ വിദ്യാർത്ഥി സംഘടനകൾ CAA വിജ്ഞാപനം കത്തിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ നിരോധനാജ്ഞ തുടരുകയാണ്. അതിനിടെ പൗരത്വ നിയമത്തെ ന്യായീകരിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിഷേധങ്ങൾക്കെതിരെ രംഗത്തെത്തി. അഭയാർത്ഥികളോടുള്ള ഇഷ്ടമല്ല പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് വിമർശനം. कांग्रेस पार्टी CAA का विरोध करती थी. आजादी के वक्त से कांग्रेस पार्टी और हमारे संविधान निर्माताओं का वादा था कि बांग्लादेश, अफगानिस्तान और पाकिस्तान से जो शरणार्थी आएंगे, जो वहां की प्रताड़ना झेल कर आएंगे, उसको हम നാഗരികത देंगे. പൗരത്വ നിയമത്തെ എതിർക്കുന്ന സംസ്ഥാനങ്ങളുടെ അധികാരത്തെ കവർന്നെടുക്കുന്നതാണ് കേന്ദ്രത്തിന്റെ ചട്ടമെന്നും വിജ്ഞാപനമിറക്കിയ സമയം സംശയാസ്പദമെന്നും CPIM പൊളിറ്റ് ബ്യൂറോ വിമർശിച്ചു. 24 ഡൽഹി. അതിനിടെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. നിലവിൽ കോടതിയിലുള്ള ഹർജി പരാമർശിക്കണമോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമോപദേശത്തിന് ശേഷം തീരുമാനമെടുക്കും. കേന്ദ്ര നീക്കത്തിനെതിരെ മുസ്ലിം ലീഗും കോടതിയെ സമീപിച്ചിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതിയെ UDFും കോൺഗ്രസും ചെറുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ഇതിൽ സംസ്ഥാന സർക്കാർ ഏത് തരത്തിലേക്കാണ് നിയമ നടപടിയുമായി പോകുന്നതെന്നതിൽ തീരുമാനം ഉടൻ ഉണ്ടാകില്ലേ? കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാർ നൽകിയ ഹർജി മെൻഷൻ ചെയ്യുകയാണോ അതോ പുതിയ ഹർജിയിലേക്ക് പോകണമോ എന്നതിൽ? മറ്റൊന്ന്, പ്രതിഷേധം ഇന്നലെ മുതൽ നമ്മൾ കണ്ടതാണ്. ഇന്നും ഉണ്ടായി രാജ്ഭവന് മുന്നിൽ അടക്കം പ്രതിഷേധം. നാളെയും അത് തുടരുകയാണ്. നാളെ KPCCയുടെ പ്രതിഷേധം. ആ തരത്തിലേക്ക് എങ്ങനെയാണ് സംസ്ഥാനത്ത് ഇതിനോടുള്ള പ്രതികരണം? ഈ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കത്തിലിടപെടാൻ സുപ്രീം കോടതിക്ക് അനുമതി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 131 പ്രകാരമാണ് അന്ന് ഹർജി ഫയൽ ചെയ്തിരുന്നത്. തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 14ന്റെ നഗ്നമായ ലംഘനമാണ് പൗരത്വ നിയമമെന്നായിരുന്നു ഈ ഹർജിയിൽ മേലുള്ള സർക്കാരിന്റെ ഒരു പ്രധാന വാദം. ഈ ഹർജി വീണ്ടും മെൻഷൻ ചെയ്യണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്നുള്ള കാര്യത്തിൽ സർക്കാർ നിലവിൽ ഇപ്പോൾ ഒരു നിയമോപദേശം തേടിയിട്ടുണ്ട്. ഈ നിയമവശങ്ങൾ വിശദമായി പരിശോധിച്ച് ഇതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ ഇക്കാര്യത്തിലെ നിലപാട്. അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വ്യക്തമാക്കി, മനുഷ്യനെ പലതരത്തിൽ വേർതിരിക്കുന്ന നിയമം അത് സംസ്ഥാനത്ത് നടപ്പാക്കാൻ അനുവദിക്കില്ല. CAAക്കെതിരെയാണ് സംസ്ഥാന സർക്കാരിന്റെയും അതേപോലെ തന്നെ ഇടതിന്റെയും അല്ലെങ്കിൽ ഇടത പാർട്ടികളുടെയും നയമെന്നുള്ള കാര്യം അദ്ദേഹം ഇന്ന് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വരും ദിവസങ്ങളിലും അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്തുണ്ടാകും. ഇന്ന് തിരുവനന്തപുരത്ത് LDF AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാത്രവുമല്ല യൂത്ത് കോൺഗ്രസിന്റെ അടക്കം പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞ കാര്യം, ഈ സംസ്ഥാന സർക്കാരിന്റെ വിഷയത്തിൽ ആത്മാർത്ഥയില്ല എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ പോലും പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ UDFും കോൺഗ്രസും മുന്നിൽ നിന്ന് സമരം നയിക്കും, പ്രക്ഷോഭം നയിക്കുമെന്ന കോൺഗ്രസും നിലപാടെടുത്തിട്ടുണ്ട്. ഇന്ന് യൂത്ത് കോൺഗ്രസ് രാജ്ഭവന് മുൻപിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. നാളെയും വളരെ വിശാലമായ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഇടത് വലത് മുന്നണികളുടെ ഇക്കാര്യത്തിലെ തീരുമാനമെന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ സമരപരിപാടികൾ നാളെ ഉറപ്പായും ഉണ്ടാകുമെന്നുള്ള വിവരം ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. അതേസമയം UDF ആകട്ടെ നാളെ രാജ്ഭവന് മുൻപിൽ പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിക്കും. അനുജ, അതാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം. സംസ്ഥാനത്തും പ്രതിഷേധം കടുക്കുകയാണ്.
പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. കേന്ദ്ര നീക്കത്തിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധം ശക്തമാണ്. അസമിൽ പ്രതിഷേധക്കാർ വിജ്ഞാപനത്തിന്റെ പകർപ്പുകൾ കത്തിച്ചു. പൗരത്വ നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടൽ ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയത്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്ന വെബ്സൈറ്റിലൂടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാം. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മതക്കാർക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനാവുക. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സർക്കാരുകൾ നൽകുന്ന പാസ്പോർട്ടിന്റെ പകർപ്പ്, ID കാർഡിന്റെ പകർപ്പ്, ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അപേക്ഷിക്കാനാവുക. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തുടനീളം ആരംഭിച്ചത്. ഗുവാഹത്തിയിൽ ഓൾ അസം സ്റ്റുഡന്റ്സ് യൂണിയൻ പ്രവർത്തകർ CAA-യുടെ പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. രാജ്യവ്യാപകമായി ക്യാമ്പസുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് MSF-ഉം അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധവുമായി മറ്റു വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട്. 24 ഡൽഹി. ഇന്ന് സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക്. സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ കൈമാറി SBI. എല്ലാ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. എന്നാൽ വിഷയത്തിൽ അസാധാരണ നീക്കവുമായി സുപ്രീം കോടതി ബാർ അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നു. സുപ്രീം കോടതി വിധിയിൽ രാഷ്ട്രപതി പരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട് ബാർ അസോസിയേഷൻ അധ്യക്ഷൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തെഴുതി. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കൃത്യം സമയം അവസാനിക്കുന്ന സമയത്ത് തന്നെ SBI ഈ കോടതി പറഞ്ഞതുപോലെ എല്ലാ വിവരങ്ങളും സമർപ്പിച്ചിരിക്കുന്നു എന്നതാണോ? ഇനിയിപ്പോൾ വെള്ളിയാഴ്ച അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നതാണല്ലോ കോടതി നിർദ്ദേശം. അനുജ, അങ്ങനെ തന്നെയാണ് നടപടിക്രമങ്ങൾ. അതേ രീതിയിൽ തന്നെയാണ്. കാരണം സുപ്രീം കോടതി രൂക്ഷ വിമർശനമായിരുന്നു ഈ ഉത്തരവിൽ SBIക്ക് നേരെ ഉന്നയിച്ചത്. അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവിനെ ലളിതമായാണോ കൈകാര്യം ചെയ്തത് എന്നതടക്കം SBIക്ക് നേരെ ചോദ്യം ഉയർത്തിയിരുന്നു. SBI ആവശ്യപ്പെട്ടിരുന്നത് ജൂൺ 30 വരെയുള്ള സമയമായിരുന്നു. കാരണം ഈ വിശദാംശങ്ങൾ ഈ സീൽ വെച്ച കവറിലാണ്. അതിന്റെ ശേഖരിക്കുന്നതിനെല്ലാം തന്നെ ഒരു താമസം എടുക്കുമെന്നുള്ളത് കോടതി അറിയിച്ചു. പക്ഷേ അത് കോടതിയിൽ സ്വീകാര്യമായില്ല. എത്രയും ഉടനടി തന്നെ വിവരങ്ങൾ കൈമാറാൻ നിർദ്ദേശിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇന്ന് വൈകിട്ട് 5:30 വരെ സമയം SBIക്ക് സുപ്രീം കോടതി നൽകുന്നത്. ഇത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ കോടതി അലക്ഷ്യ നടപടി എടുക്കുമെന്നുള്ള താക്കീതും സുപ്രീം കോടതി നൽകി. എന്തായാലും ഒടുവിൽ ഇപ്പോൾ SBI ആ നിർദ്ദേശം പാലിച്ചിരിക്കുന്നു. ഇന്ന് 5:30 തന്നെയാണ് SBI ഈ ബോണ്ട് വിവരങ്ങൾ, ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിരിക്കുന്നത്. ഇതിനി ഈ വരുന്ന വെള്ളിയാഴ്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ നിലവിൽ ഇതുവരെ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള സീൽ വെച്ച കവറിൽ നൽകിയിട്ടുള്ള ചില ബോണ്ട് വിവരങ്ങൾ ഉണ്ട്. അതും കൂടി ഇതിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്തായാലും SBI നൽകിയിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത രീതിയിലാണ് രേഖകൾ കൈമാറിയിരിക്കുന്നത്. അതിൽ ഒരു പകർപ്പിൽ വരുന്നത് ബോണ്ട് നൽകിയവരുടെ പേര് വിവരങ്ങളും ഒപ്പം അത് എത്ര തുകയാണെന്നുള്ളതും, മറ്റൊന്നിൽ ഏതൊക്കെ പാർട്ടി എത്ര രൂപ സ്വീകരിച്ചു എന്നുള്ളതും. പക്ഷേ ഇതിൽ വരുന്ന മറ്റൊരു പ്രധാന കാര്യം എന്നുള്ളത് ഒരു മാച്ചിങ് ഇതിൽ എന്തായാലും നടക്കില്ല. അതായത് ഒരാൾ എത്ര രൂപ ഏത് പാർട്ടിക്ക് നൽകി എന്നുള്ള മാച്ചിങ് എന്തായാലും ഈ ഒരു ഇതിൽ പ്രകടമാകില്ല. പകരം ഈ പറഞ്ഞ ബോണ്ട് വിശദാംശങ്ങളും ഒപ്പം ഏതൊക്കെ പാർട്ടി എത്ര രൂപ സ്വീകരിച്ചു എന്നുള്ളതും വ്യക്തമാകുന്നതാണ്. എന്തായാലും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനങ്ങൾക്ക് ഒടുവിലാണ് SBI നിർദ്ദേശം പാലിച്ചിരിക്കുന്നത്. നേരത്തെ 6-ാം തീയതി മാർച്ച് 6-നായിരുന്നു വിവരങ്ങൾ കൈമാറാൻ ഈ ഇലക്ട്രൽ ബോണ്ട് വിധിയിൽ. അതിനിടെ ഇപ്പോൾ ബാർ അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നല്ലോ. രാഷ്ട്രപതി പരിശോധിക്കണം, അതല്ലാതെ ഈ ഉത്തരവ് നടപ്പാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ഒരു പശ്ചാത്തലം കൂടി അച്യുതൻ. അനുജ, തീർച്ചയായിട്ടും അതൊരു അസാധാരണ നീക്കം എന്ന് തന്നെ പറയാം. കാരണം ഈ സുപ്രീം കോടതിയുടെ വിധി രാഷ്ട്രപതി ദ്രൗപദി മുർമു പരിശോധിക്കണം എന്നൊരു വിചിത്ര നീക്കമാണ് സുപ്രീം കോടതിയുടെ ബാർ അസോസിയേഷൻ അധ്യക്ഷൻ നടത്തിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ വിധിയെ രാഷ്ട്രപതി പരിശോധിക്കണം. എന്നാൽ ഈ പരിശോധിക്കുന്ന സമയം വരെയും, പരിശോധിച്ച് അതിലൊരു നടപടി സ്വീകരിക്കുന്ന സമയം വരെയും വിധി നടപ്പിലാക്കാൻ അനുവദിക്കരുത് എന്നാണ് ആ കത്തിൽ പറയുന്നത്. എന്തായാലും ഇതിൽ രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഇതുവരെയും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഒരു സമയം വരെയും മനസ്സിലാക്കുന്നത്.
നടക്കുന്നത്. പക്ഷേ ഒരു അസാധാരണ നീക്കം എന്ന് തന്നെയാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. എത്രത്തോളം രാഷ്ട്രപതി ഈ ഒരു ആവശ്യം സ്വീകരിക്കുമെന്നുള്ളതും കൂടി കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ എന്തായാലും അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് SBI സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. പ്രവൃത്തി സമയം അവസാനിക്കുന്ന ആ കൃത്യസമയത്ത് തന്നെ കൃത്യം 5:30 SBI ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും സുപ്രീം കോടതിക്ക് കൈമാറി. വെള്ളിയാഴ്ച അത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഇന്ന് സംഭവിച്ച മറ്റൊരു വാർത്തയിലേക്ക്. മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച യുവാവ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. സിവിൽ പോലീസ് ഓഫീസർമാരായ അറ്റ്സ് വിൽസൺ, TP ഷംസീർ എന്നിവർക്കെതിരെയാണ് നടപടി. ഷഹദ് റഹ്മാൻ വിശദാംശങ്ങളുമായി. ഷഹദ്, മരണകാരണം എന്താണ് എന്നതാണ് പ്രാഥമിക നിഗമനം? നിലവിൽ ഡോക്ടേഴ്സും അതുപോലെ തന്നെ പോലീസും പറയുന്നത് ഇദ്ദേഹം ഗുരുതരമായിട്ട് ഹൃദ്രോഗിയാണ്. അതുകൊണ്ട് അതിന് മരുന്നും കഴിക്കുന്നുണ്ട്. ഇതാണ് മരണകാരണം എന്നുള്ളൊരു കാരണമാണ് പ്രധാനമായിട്ടും പ്രാഥമികമായിട്ട് പരിശോധിച്ച ഡോക്ടറും ഒപ്പം തന്നെ പോലീസും പറയുന്നത്. എന്നാൽ കുടുംബവും ഒപ്പം തന്നെ നാട്ടുകാരും ആരോപിക്കുന്നത് ഇതൊരു കസ്റ്റഡി മരണമാണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ എത്തിയ ഘട്ടത്തിൽ വലിയ രീതിയിൽ മർദ്ദനം ഇദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട് എന്ന കാര്യമാണ് പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഒരു അന്വേഷണം, മജിസ്ട്രേറ്റിയൽ അന്വേഷണം വേണം എന്നൊരാവശ്യമാണ് UDF പ്രധാനമായിട്ടും മുന്നോട്ട് വെച്ചത്. കഴിഞ്ഞ 6 മണിക്കൂറിലധികമായി ഈ പോലീസ് സ്റ്റേഷൻ, പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷൻ ഇവിടെയുള്ള പ്രവർത്തകർ ഉപരോധിക്കുന്നുണ്ടായിരുന്നു. റോഡും ഒപ്പം തന്നെ ഉപരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് സമരം കൂടുതൽ ശക്തമാവുകയും ഇവിടെ നിന്ന് തിരിച്ചു പോകില്ല എന്നൊരു നിലപാട് ഈ പ്രവർത്തകർ സ്വീകരിച്ച പശ്ചാത്തലത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഉത്തരവ് ഇട്ടിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവിയാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. സിവിൽ പോലീസ് ഓഫീസർമാരായ ആൻ മിൻസൺ ഒപ്പം തന്നെ TP ഷംസീർ എന്നീ ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടി എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്. ഇതിനൊക്കെ ആധാരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പാണ്ടിക്കാട് ഒരു ഉത്സവം നടന്നിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ അവിടെ ചെറിയ രീതിയിലുള്ള വാക്കേറ്റവും ഒപ്പം തന്നെ സംഘർഷവും ഒക്കെ ഉണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു 7 ആളുകളെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ യുവാവിനെ മർദ്ദിച്ചു എന്നൊരു ആരോപണം ഉയർന്നിട്ടുള്ളത്. യുവാവിന്റെ കുടുംബം തന്നെ ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നമുക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കാരണം ഹൃദ്രോഗിയാണ്, ഇക്കാര്യം പോലീസിനെ അറിയിച്ചതാണ്, ഇത് കേൾക്കാതെ പോലീസ് മർദ്ദിച്ചു ഇതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുള്ളത്. അനുജ. ഷഹദ് റഹ്മാൻ മലപ്പുറത്ത് നിന്ന്. ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ തീപിടുത്തം. മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. കൊഞ്ചിറവിള ക്ഷേത്രത്തിൽ നിന്നുള്ള മാലിന്യങ്ങളും തള്ളിയെന്നാണ് നാട്ടുകാരുടെ പരാതി. തീയണയ്ക്കാൻ ശ്രമം തുടങ്ങി. അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി. അഖിൽ ഷാ, ഏതെങ്കിലും തരത്തിൽ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടോ? തീയണയ്ക്കാനുള്ള ശ്രമം എങ്ങനെയാണ്? അർജ, പ്രധാനമായും പറയേണ്ടത് ഈ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പാർക്കിംഗ് ഗ്രൗണ്ട്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഈ ആറ്റുകാൽ പൊങ്കാലയുടേത് അടക്കമുള്ള മാലിന്യങ്ങൾ അത് ഇവിടെയാണ് കോർപ്പറേഷൻ മാറ്റിയിരുന്നത്. അത്തരത്തിൽ ഈ കൊഞ്ചിറവിള അമ്പലത്തിൽ പൊങ്കാല ഉണ്ടായിരുന്നു, അതിന്റെയും മാലിന്യങ്ങൾ ഈ തീക്കനലുകൾ അടക്കം ഇവിടെ കൊണ്ട് തള്ളിയിരുന്നു, ഉച്ചയോടുകൂടി ഇവിടെ കൊണ്ട് തള്ളിയിരുന്നു എന്നുള്ള കാര്യവും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. അത്തരത്തിൽ ഉച്ചയോടുകൂടി ചെറിയ ചെറിയ പുകപടലങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വൈകിട്ടോടുകൂടി അത് വലിയ രീതിയിൽ ആളിക്കത്തുന്ന ഒരു രീതിയിലേക്ക് മാറുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ചെങ്കൽച്ചൂളയിൽ നിന്ന് 2 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തുക. ഇപ്പോൾ നിലവിൽ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് ഈ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ. ഈ 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. കൂടാതെ ഈ വെള്ളം തീരുന്നതിനനുസരിച്ച് കൂടുതൽ വെള്ളം ഇങ്ങോട്ടേക്ക് എത്തിച്ച് കൊണ്ടുവരാനുള്ള ശ്രമവും നടത്തുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് പരിശോധിച്ചിട്ട് പറയാം. ഞാൻ വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ഷവറിൽ വേസ്റ്റ് കിടന്നിട്ട് അവിടെ തീ കത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ബാക്കി ഇപ്പോൾ 3 യൂണിറ്റ് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ അടിയന്തരമായി നഗരസഭ എന്നുള്ള നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ മണ്ഡലത്തിന്റെ MLAയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള ശ്രീ വി ശിവൻകുട്ടി അദ്ദേഹം കൂടി ഇവിടെ പരിശോധിച്ച് എന്താണെന്നുള്ളത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടർന്ന് ബാക്കി കാര്യങ്ങൾ ചെയ്തതിനു ശേഷം നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. സാധാരണ ഇവിടെ ചവറ് കൊണ്ടിട്ടുന്ന കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നല്ല, ഇതൊരു ക്ഷേത്രത്തിന്റെയും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയും ഒക്കെ അടങ്ങിയ ഒരു വലിയ പ്ലോട്ടാണ്. പുറത്തുനിന്ന് ആളുകൾ ചവർ ഇടുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൃത്യസമയത്ത് പൊങ്കാലയൊക്കെ വരുന്ന സമയത്ത് തന്നെ നമ്മളിത് ക്ലിയർ ചെയ്യുകയും തുടർന്ന് വേസ്റ്റ് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നടപടിയായിട്ട് കോർപ്പറേഷൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അതിനിടയിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രം പറയാം.
ഇത്തരത്തിലാണ് മേയർ ആര്യാചന്ദ്രന്റെയും പ്രതികരണം എന്ന് പറയുന്നത്. എന്തായാലും ഫയർഫോഴ്സ് ഈ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ്. അനുജ, ആറ്റുകാൽ ക്ഷേത്രത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് തീപിടുത്തമുണ്ടായത്. മാലിന്യത്തിനാണ് തീപിടിച്ചത്. തീയണയ്ക്കാൻ ശ്രമം തുടരുന്നു. ഇനി ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത. കേരളത്തിന് ആശ്വാസമായി കോടതി. സാമ്പത്തിക പ്രതിസന്ധി വിഷയത്തിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകാൻ നിർദ്ദേശിച്ച് സുപ്രീം കോടതി. കേരളത്തിന് എത്ര തുക അടിയന്തരമായി നൽകാൻ കഴിയുമെന്ന് നാളെ അറിയിക്കാൻ കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. പ്രഖ്യാപിച്ച 13,600 കോടി രൂപ സഹായത്തിൽ 8,000 കോടി രൂപ ഇതിനോടകം തന്നെ സംസ്ഥാനത്ത് നൽകിയെന്ന് കേന്ദ്രം അറിയിച്ചു. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ് കേരളം. കടമെടുപ്പ് പരിധി ഉയർത്തിയാൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ. ഇക്കാര്യത്തിൽ അനുഭാവപൂർവമായ പ്രത്യേക പരിഗണന വേണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. കേരളത്തിന്റേത് പ്രത്യേക സാഹചര്യമായി കണ്ട് ഈ മാസം 31-നുള്ളിൽ ഒറ്റത്തവണ സഹായ പദ്ധതി രൂപീകരിക്കുന്ന കാര്യം പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. സുപ്രീം കോടതി നിർദ്ദേശത്തെ സംസ്ഥാന സർക്കാരും CPIM-ഉം സ്വാഗതം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തിന് ഈ മാർച്ച് വരെ കിട്ടേണ്ട പണത്തിന്റെ ഉൾപ്പെടെ പ്രശ്നമുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് കോടതി പറഞ്ഞു വളരെ ശുഭകരമായ കാര്യമായിട്ട് കാണുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനൊരു വിവാദം ഉണ്ടാവാനും മറ്റു തർക്കങ്ങളൊന്നുമില്ല. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല. കോഓപ്പറേറ്റീവ് ഫെഡറലിസത്തിന്റെ കാര്യം തന്നെയാണ് ഏത് സമയത്തും കേരളം പറയുന്നത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് കേരളത്തോട് തോന്നുന്നൊരു മമതയില്ലേ, ഒരു ജാഗ്രത, അതില്ലാത്തവരായിപ്പോയോ കേരളത്തിലെ UDF? ഏതായാലും സുപ്രീം കോടതിക്ക് തോന്നിയിരിക്കുന്നു കൊടുക്കേണ്ടതാണെന്ന്. കേന്ദ്രത്തിന്റെ രാഷ്ട്രീയം, UDFന്റെ രാഷ്ട്രീയം, അത് ഒന്നുകൂടി തുറന്നു കാട്ടപ്പെടുകയാണ്. സുപ്രീം കോടതി ഇടപെടലിലൂടെ കേരളത്തിന്റെ ഭരണഘടനാപരമായ അവകാശം സംരക്ഷിക്കപ്പെട്ടുവെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. അപ്പോൾ അതിന്റെ ഭരണഘടനാ പ്രശ്നങ്ങൾ വിശദമായി കേൾക്കേണ്ടതാണെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടത് എങ്ങനെയാണ്, യൂണിയൻ ഗവൺമെന്റ് എന്തൊക്കെ ചെയ്യാം, അവരുടെ ഭാഗങ്ങൾ, ഞങ്ങളുടെ ഭാഗങ്ങളെല്ലാം കേട്ടെത്തേണ്ടതാണ്. ഇത് പ്രിമോഫേസി അവർക്ക് കാണുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ അടിയന്തരമായി കേരളത്തെ സഹായിക്കേണ്ടതുണ്ട്. എന്നുവെച്ചാൽ ഇത് പരസ്പരം മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. ഭരണഘടനാപരമായി ഒരു ഫെഡറൽ സ്ട്രക്ചറിനകത്ത് യൂണിയൻ ഗവൺമെന്റ്, സംസ്ഥാന ഗവൺമെന്റ് ഇരുന്നു. അത് സുപ്രീം കോടതി ഇപ്പോൾ ഉൾക്കൊണ്ട് നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. 10 ദിവസത്തിനുള്ളിൽ ഇളവ് പരിഗണിക്കണമെന്ന നിർദ്ദേശത്തിൽ കേന്ദ്രം നാളെ മറുപടി അറിയിക്കും. 32,432 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കഴിയുക. 24 ഡൽഹി. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. ഹരിയാന മുഖ്യമന്ത്രിയായി നായബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്തു. നായബ് സിംഗിന് പിന്തുണയുമായി 4 JJP MLA-മാർ ചടങ്ങിൽ പങ്കെടുത്തു. ഗവർണർ ബന്ദാരു ദത്താത്രേയ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സ്വതന്ത്ര MLA രഞ്ജിത് സിംഗും BJP നേതാവ് ജയ്പ്രകാശ് ദലാലും മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, സൈനിക്കൊപ്പം എത്ര മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു? മറ്റ് വിവരങ്ങൾ. അനുജ, 5:30-ക്കായിരുന്നു ആ ചടങ്ങുകൾ ചണ്ഡീഗഡിൽ നടന്നത്. ഇതിൽ നയാബ് സിംഗ് സൈനി ഹരിയാനയുടെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും അദ്ദേഹത്തോടൊപ്പം 5 MLA-മാരാണ് മന്ത്രിസ്ഥാനത്തേക്ക് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിൽ 4 പേർ BJP MLA-മാരും ഒരാൾ സ്വതന്ത്ര MLA-യുമാണ്. എന്തായാലും വലിയ രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിലാണ് ഈ ഹരിയാന മുഖ്യമന്ത്രിയുടെ മാറ്റം അല്ലെങ്കിൽ നേതൃമാറ്റം ഉണ്ടായത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് മനോഹർലാൽ ഖട്ടാർ രാജി സമർപ്പിച്ചത്. അദ്ദേഹം ലോക്സഭയിൽ മത്സരിച്ചേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർണാലിൽ നിന്നായിരിക്കും അദ്ദേഹം മത്സരിക്കുക. ഒപ്പം തന്നെ BJP-യും JJP-യും തമ്മിലുള്ള ഒരു സഖ്യത്തിൽ ചില ഭിന്നതകളും ഉടലെടുത്തിട്ടുണ്ട്. അല്പം മുൻപ് JJP നേതാവ് ദുഷ്യന്തും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചത് ഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. ഹരിയാനയുടെ താല്പര്യത്തിന് വേണ്ടി ഇനിയും താൻ പ്രവർത്തിക്കുമെന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുള്ളത്. അതിൽ നിന്ന് വ്യക്തമാണ് JJP ആ ഒരു അകൽച്ച സഖ്യത്തിൽ നിന്ന് വിട്ടുമാറുന്നതിന്റെ സൂചന കൂടിയാണ്. എന്തായാലും ഒരു പക്ഷേ ദുഷ്യന്ത് നിന്ന് ആഭ്യന്തരമന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഒരു രാഷ്ട്രീയ നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഹരിയാന സർക്കാരിന്റെ മുഖം മാറി അതിന്റെ വിവരങ്ങളാണ് അച്യുതൻ നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു.